ഞാൻ റോബിനെതിരെ ഒരു കല്ലെറിഞ്ഞ സമയത്തെ എനിക്ക് ആ കല്ല് 1000-ആയിട്ടാണ് തിരിച്ചു വന്നേ. ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് മനസ്സുകൊണ്ട് കേട്ടോ. എനിക്കും പേഴ്സണലി കണ്ടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് പേഴ്സണലി റോബിന് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞോട്ടെ. ഈ അലർച്ച അല്ല ഈ കാറല്, ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്തൊരു കാരണമാണ്. ബാക്കിയെല്ലാം കാലഘട്ടം തെളിയിച്ചു റോബിൻ എന്ന സത്യത്തെ. ശരിക്കും അന്ന് അലറുവാനുണ്ടായ കാരണം എന്തുവാ? എൻ്റെ പൊന്നു ബ്രോ, എനിക്കിപ്പോൾ ഒക്ടോബറിൽ 34 വയസ്സാവുക. ഈ ഒരു ബിഗ് ബോസിൽ പോണതിന് മുന്നേ സത്യം പറയാൻ ചെറിയൊരു ലോകം വരുന്നു എൻ്റെ. എനിക്കൊന്ന് ഞാൻ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു തോന്നുന്നു. ഞാൻ ഒരു റൂമിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് പോകും, ഫാമിലി ആയിട്ട് ഇതും അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അങ്ങനെ ഒരു ചെറിയ സർക്കിളായിരുന്നു എൻ്റെ ലോകം. പക്ഷെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ബിഗ് ബോസിന് ശേഷം ഞാൻ എന്തിനാണോ ബിഗ് ബോസിൽ പോയത്, ഫെയിം ആകണം, കുറേ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഞാൻ ബിഗ് ബോസിൽ പോയത്. ഞാൻ എന്താഗ്രഹിച്ചോ അതിൻ്റെ ഒരു 100 ഇരട്ടി എനിക്ക് കിട്ടുമ്പം ഞാൻ ഒരു മനുഷ്യനാണ്, ഒരു സാധാരണക്കാരനാണ്. എനിക്ക് എക്സ്പ്രസ് ചെയ്യണം, മനസ്സിലായില്ലേ? നീ എന്ന റാണിയിൽ നീ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന എൻ്റെ പൊന്നു മോനെ, നീ ആ ഇനോഗ്രേഷനിൽ ഞാൻ വരുന്നതിന് മുന്നേ തൊട്ട് എത്ര പേര് അവിടെ, കൊച്ചു കുട്ടികളോട്ട് അമ്മമാർ വരെയും ഒരുപാട് പേര് ആ ഒരു വെയിലത്തും മഴയത്തും അവിടെ വെയിറ്റ് ചെയ്തിരുന്നത് നീ ലൈവായിട്ട് കണ്ട ഒരാളാണ്. ആ കണ്ട ആൾക്കാർ എന്നെ കാണുമ്പോൾ അവരെ ഉണ്ടാക്കുന്ന സൗണ്ട് എന്തുകൊണ്ട് ആരും പറയുന്നില്ല? അവരെന്തുമാത്രം ബഹളത്തിലാണ്. ആ ഒരു എൻവയോൺമെന്റ് നീ കണ്ടാണല്ലോ, ആ ഒരു സിറ്റുവേഷൻ അല്ലേ? അത്രയും ലൗഡായിട്ട് ആ സ്നേഹം കിട്ടുമ്പം ഞാൻ അവരെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് ഉറങ്ങാൻ തൂങ്ങി. ഇതെനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു സന്തോഷം, ഒരു സാധാരണക്കാരൻ്റെ സന്തോഷപ്പെട്ടൂടെ? എനിക്ക് അതിനുള്ള റൈറ്റ്സ് ഇല്ലേ? അത് ഇനോഗ്രേഷന് വിളിച്ച ആളിനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ജനങ്ങൾക്കോ എനിക്കോ അല്ലെങ്കിൽ നിനക്ക് പ്രശ്നം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. നീ ഇപ്പൊ ചോദിച്ചത്, നീ പറഞ്ഞു നിന്റെ വായ കൊണ്ട് തന്നെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു നിനക്ക് പ്രശ്നമില്ലായിരുന്നു. നേരിട്ട് കണ്ടപ്പോൾ നിനക്കതൊരു കുറ്റമായിട്ട് നിനക്ക് തോന്നിയില്ല. പക്ഷേ നിന്റെ സ്ഥലത്ത് വന്നപ്പോൾ, റാന്നിയിൽ വന്നപ്പോൾ നീ എന്നെ കണ്ടു. അന്ന് അത്രയും ആൾക്കാർ അവിടെ ഭയങ്കര ബഹളവും കാര്യത്തിനിടയ്ക്ക് ഞാൻ അത്രയും ലൗഡായിട്ട് സ്നേഹമാണ് എക്സ്പ്രസ് ചെയ്തത്. എന്ന് പറഞ്ഞ സന്തോഷം, ഞാൻ ആഗ്രഹിച്ചത് ഒരുപാട് സ്നേഹിക്കുന്നു, അത്രയും ഒരു സന്തോഷം ഞാൻ അവിടെ കാണിക്കുന്നു. അപ്പൊ നീ പറഞ്ഞു നിനക്കത് കണ്ടപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല, നീ അത് എൻജോയ് ചെയ്തു. കാരണം റോബിന്റെ ശബ്ദത്തെക്കാൾ ആരവം ജനങ്ങൾക്കായിരുന്നു. അതെ, നീ അത് എൻജോയ് ചെയ്തു, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, വീണ്ടും ഈ ശബ്ദം പറഞ്ഞപ്പം പ്രശ്നമായില്ലേ? റാന്നി എന്നൊരു പറഞ്ഞൊരു സ്ഥലത്ത് പോകുമ്പോഴാണ് നീ ഈ സംഭവം കണ്ടത്. ഇതേപോലെ കേരളത്തില് ഞാൻ അറൗണ്ട് ഒരു 10, 100, 120 ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ആൾക്കാരെ ഞാൻ കാണുന്ന, മനസ്സിലായില്ലേ? ഒരു സ്ഥലത്ത് റാന്നിയിലെ ജനങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ നീ പറഞ്ഞു അത് തെറ്റല്ലായിരുന്നു, കാണുന്നതിന് നീ അത് എൻജോയ് ചെയ്തു, അവിടെ ഉള്ളവരെ എൻജോയ് ചെയ്തു. എന്തുകൊണ്ട്? എടാ, ഓരോ സ്ഥലത്തും എന്നെ ഇഷ്ടപ്പെടുന്നവരെ കാണണടാ ഞാൻ, മനസ്സിലായില്ലേ? എല്ലാ സ്ഥലത്തും ഞാൻ അങ്ങനെ അലറിയിട്ടുമില്ല. ചില സ്ഥലത്ത് ഞാൻ അലറാത്ത സ്ഥലങ്ങളും ഉണ്ട്, അതാരും പറയത്തില്ല. ഞാനിപ്പോൾ ഇപ്പോൾ ഒരു 100, 120 ഇനോഗ്രേഷൻസ് പോയി കഴിഞ്ഞാൽ കൂടിപ്പോയൊരു 10, 15 സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്ത് കാണും, ഇതേപോലെ ലൗഡായിട്ട് അലറുന്നതല്ല, സ്നേഹം. അത്രയും ആൾക്കാർ അത്രയും അഗ്രസീവായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നവർ നിൽക്കുമ്പം അവരുടെ അടുത്ത് ഞാൻ അത്ര എക്സ്പ്രസീവായിട്ട് കാണിക്കണം. ഇങ്ങോട്ട് എന്താ പറയുക, എവറി ആക്ഷൻ ആസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന കണക്ക് അവർ അത്രയും ലൗഡായിട്ടാണ് സ്നേഹം കാണിക്കുന്നത്. നീ കണ്ടില്ല അന്ന്? കണ്ടു. അത് നീ കാണുമ്പോൾ നിനക്കതൊരു കുറ്റമായിട്ട് തോന്നില്ല. പക്ഷേ ഇത് പലരും വീഡിയോ ആയിട്ട് പല സ്ഥലത്ത് കാണുമ്പോൾ, ഒരു ചെറിയ ക്യാമറയിലോ അല്ലെങ്കിൽ ഫോണിലോ അല്ലാതെ കാണുമ്പോൾ എന്തിനാ ഇവൻ കിടന്ന് അലറുന്നതെന്ന് തോന്നുള്ളൂ. കാരണം മൈക്കിന്റെ ശബ്ദമായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, കൂടുതൽ കേൾക്കുന്നത്. അവിടെ വന്ന് ജനങ്ങളുടെ ശബ്ദം അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. നീ എൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അലറുന്നത് നിനക്ക് അതിന് എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ റാന്നിയിൽ വെച്ച് നീ എന്നെ കണ്ട സമയത്ത് നിനക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി നീ അത് കൈതപ്പോൾ നിനക്കതൊരു പ്രശ്നമേ അല്ലായിരുന്നു, നീ എൻജോയ് ചെയ്തു. അതേപോലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവിടെ ഉള്ളവർക്ക് അതൊന്നും ഇഷ്യൂ ഇല്ല. ഇന്നേ വരെ ഒരു സ്ഥലത്തെങ്കിലും ചെന്ന സ്ഥലത്ത് ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? ആരും കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും അത് എൻജോയ് ചെയ്തിട്ടുണ്ടോ? ഈ ഇനോഗ്രേഷൻ ചെയ്ത ആർക്കെങ്കിലും അത് പ്രശ്നമുണ്ടോ? ഒരാൾക്കും പ്രശ്നമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പലർക്കും അത് ചിലപ്പം ആ കാണുന്ന രീതി മനസ്സിലായില്ലേ? ഇപ്പം അജിൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അജിന് ഒരു 10 നല്ല ഒരു എന്താ പറയുക, ഒരു ഇപ്പോൾ ഫോട്ടോ എടുക്കണം, അജിൻ്റെ ഫോട്ടോ 10 ഫോട്ടോ എടുക്കുക, അതിലൊരു 9 എണ്ണം നല്ല ഫോട്ടോ ആയിരിക്കും, ഒരെണ്ണമായിരിക്കും മോശം, അല്ലെങ്കിൽ 1, 2 എണ്ണം മോശമുണ്ട്. ആ 1, 2 മോശമുള്ളത് മാത്രം പബ്ലിക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെ എന്ത് ചെയ്യത്തുള്ളൂ, ചിന്തിക്കത്തുള്ളൂ. ഇതെന്താടാ ഇങ്ങനെ മോശം, ഇവൻ്റെ ഫോട്ടോ ഉള്ളൂല്ല എന്നേ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ബാക്കിയുള്ളതും കൂടെ ഇട്ടാലേ അറിയത്തുള്ളൂ, ഇത്രയും ഭംഗിയുള്ള ഫോട്ടോസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇത് നോക്കുമ്പം അത് ഇച്ചിരി ഭംഗി, ഇതിനെക്കാട്ടിയും ഇതാണ് നല്ലതെന്ന് എന്ത് തോന്നും, മനസ്സിലായില്ലേ? പിന്നെ കുറ്റം പറയുന്ന ആൾക്കാർ എപ്പോഴും കുറ്റം പറയും. ഈ ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഭയങ്കര പാടല്ലേ? ഭയങ്കര പാടാ. എടാ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സമ്പാദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ചീവ്മെൻറ്റ്സോ ഒന്നും അല്ല, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ആൾക്കാർ? 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. അത് നിനക്കറിയാൻ പറ്റും അല്ലേ?
എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്നെ എതിർക്കുന്ന അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ഇപ്പോഴെങ്കിലും പറയുമ്പം ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ നിനക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരെയൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഞാൻ അവരൊക്കെ കാണുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവർ എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്താണ് അച്ചീവ് ചെയ്യുന്നത് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാരുടെ സ്നേഹം, ഒരുപാട് ആൾക്കാരുടെ ബ്ലെസ്സിങ്സ് അതെപ്പോഴും ഉണ്ടാവും. എന്തൊക്കെ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ നമ്മൾ അത് മാത്രമേ കാണത്തുള്ളൂ. ലോകത്തുനിന്ന് പോകുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ മനസ്സിൽ നമുക്കൊരു വിഷമം, അവർ അയ്യോ നല്ലൊരു പയ്യൻ അവൻ പോയി വിഷമം, ആ ഒരു സങ്കടം ഉണ്ടല്ലോ, അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചെന്ന ഒരു അർത്ഥമായി അല്ലേ? അതെ, നമ്മൾ വെറുക്കുന്നതിലല്ല. എടാ നമ്മളൊരു 500 പേര് ഇറക്കുമായിരിക്കും, 5000 പേരെ കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുത്തിക്കണം. അവിടെയാണ് നമ്മൾ സക്സസ്. അല്ല അത് ഭയങ്കര പാടാണ്, അത് പാടാ, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒന്നും കിട്ടുന്നൊരു ഭാഗ്യമല്ല.